ഹായ് ഓൾ, എഡി ഗാനറ്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 20 കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഷാ അൺവീൽസ് വൈറ്റ് റെവല്യൂഷൻ 2.0. അതായത് നമ്മുടെ ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള അമിത് ഷാ പുതിയൊരു സ്കീം ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ്. സ്കീമിന്റെ പേര് എന്ന് പറയുന്നത് വൈറ്റ് റെവല്യൂഷൻ 2.0. സോ വൈറ്റ് റെവല്യൂഷൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള GK-ലൊക്കെ പഠിക്കുന്നതാണ് വൈറ്റ് റെവല്യൂഷൻ. വൈറ്റ് റെവല്യൂഷന്റെ ഫാദർ എന്ന് പറയുന്നത് ആരാണ്? വർഗീസ് കുര്യൻ ആണ് അല്ലെ. സോ അപ്പോൾ അതിന്റെ തന്നെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് എന്ത് ചെയ്യുന്നു, വൈറ്റ് റെവല്യൂഷന്റെ സെക്കൻഡ് പാർട്ട് വരുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിനായിട്ട് ഇത് എയിം ചെയ്യുന്നതെന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഒരു സെൽഫ് റിലയൻസിനും അതേ കണക്ക് തന്നെ അവരുടെ എംപവർമെന്റ് വേണ്ടിയിട്ടും അതേപോലെ തന്നെ വുമണിനെ ഫാമിങ്ങിൽ അതേ കണക്ക് തന്നെ ഡയറി പ്രോഡക്ട്സിലൊക്കെ വുമന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടും അങ്ങനെ അതുവഴി മാൽന്യൂട്രീഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുമാണ് ഇത് അവർ മെയിനായിട്ട് എയിം ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വൈറ്റ് റെവല്യൂഷൻ 2.0യുടെ ഭാഗമായിട്ട് അവര് പ്രൈമറി അഗ്രികൾച്ചർ സെക്ടറിലും ഡയറി ഫാംസിലും ഫിഷറീസ് കോർപ്പറേഷനിലും എല്ലാം ഒരുപാട് പുതിയ മൾട്ടിപർപ്പസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അപ്പൊ അതാണ് വൈറ്റ് റെവല്യൂഷൻ 2.0 എന്ന് പറയുന്നത്. വൈറ്റ് റെവല്യൂഷന്റെ ഫാദർ വർഗീസ് കുര്യൻ ആണ്. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ അദാനി ഗ്രൂപ്പ് കെനിയയിലെ എയർപോർട്ടായിട്ടുള്ള നൈറോബിയിലെ എയർപോർട്ടായിട്ടുള്ള ജോമോ കെനിയാട്ട എയർപോർട്ട് ലീസിന് എടുക്കുന്നുണ്ടായിരുന്നു 30 വർഷത്തേക്ക്. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് അവിടെ ആളുകൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുള്ള ന്യൂസ് ആണ്. അപ്പൊ ഇന്ത്യയിൽ അദാനി ഗ്രൂപ്പ് വരുമ്പോഴത്തേക്ക് ഈ കെനിയ എന്ന് പറഞ്ഞാൽ കെനിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഓഷന്റെ ഏറ്റവും ഒരു ബൗണ്ടറി ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അത് നമുക്ക് ഇന്ത്യക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പക്ഷെ അത് വേണ്ട എന്നുള്ള രീതിയിലാണ് അവിടുത്തെ ആളുകൾ തന്നെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. സോ ഇപ്പൊ കെനിയയില് എയർപോർട്ട് ഏതാണെന്ന് വെച്ചാൽ ജോമോ കെനിയാട്ട ഇന്റർനാഷണൽ എയർപോർട്ടാണ്. അത് ലീസിന് എടുക്കുന്നത് 30 വർഷത്തേക്ക് ലീസിന് എടുക്കുന്നത് ഇന്ത്യയുടെ അദാനി ഗ്രൂപ്പാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് തന്നെ FATF ഓൺ ഇന്ത്യ എഫക്റ്റീവ് ആന്റി മണി ലോണ്ടറിംഗ് സിസ്റ്റം. FATF എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്നാണ്. ഇത് 1989 ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ഓർഗനൈസേഷൻ ആണ്. G7 സബ്മിറ്റ് പാരീസിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്ത ഒരു ഓർഗനൈസേഷൻ ആണ്. ഇത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെററിസത്തിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഫിനാൻഷ്യൽ മൂവ്മെന്റിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല, അല്ലെങ്കിൽ ആന്റി മണീസ് ഒന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ കള്ളനോട്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തടഞ്ഞ് ടെററിസത്തിന് ഹെൽപ്പ് ചെയ്യാത്ത രീതിയിൽ ഉള്ള മണീസിനെയൊക്കെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓർഗനൈസേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷന്റെ പ്രത്യേകത അനുസരിച്ച് ഇപ്പൊ ഇന്ത്യ ഒരു റെഗുലർ ഫ്ലോ ഓഫ് കാറ്റഗറിയിലാണ് വരുന്നത്, ഫോളോ ഓഫ് കാറ്റഗറിയിൽ വരുന്നു എന്നുള്ളൊരു ന്യൂസ് ആണ് ഇപ്പൊ വരുന്നത്. പക്ഷേ ഇന്ത്യക്ക് ഇനിയും ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അതായത് ഇങ്ങനെയുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള കേസസ് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, ഇന്ത്യ അതിനകത്ത് എടുക്കുന്ന രീതികളെല്ലാം കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യണം എന്നുള്ളൊരു കാര്യം അവർ പറയുന്നുണ്ട്, റെക്കമെൻഡേഷൻ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇന്ത്യ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ റെഗുലർ ഫോളോ അപ്പ് കാറ്റഗറിയിൽ വരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നത്. ഇവരെന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ ഓരോ ലിസ്റ്റ് ഇടും, കൺട്രീസിനെ എടുത്തിട്ട് ചിലതിനെ ഗ്രേ ലിസ്റ്റ്, ബ്ലാക്ക് ലിസ്റ്റ്, അങ്ങനെ ഓരോ ലിസ്റ്റിലിടും. അതിൽ ഈ റീസെന്റ് ആയിട്ട് ഇതിൽ നിന്ന് എടുത്ത് കളഞ്ഞ ഒരു കൺട്രിയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് അവർ അക്സെപ്റ്റ് ആ ഒരു കൺട്രി ഇതിന്റെ ടേംസ് അക്സെപ്റ്റ് ചെയ്യാൻ കാരണം ഇതിന് എടുത്ത് കളഞ്ഞൊരു കൺട്രിയാണ്. അപ്പൊ ഇങ്ങനെ ഓരോ ലിസ്റ്റ് ഇടുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇട്ടതിനകത്ത് ഇന്ത്യക്ക് എല്ലാം പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഇന്ത്യ ചെയ്യുന്നുണ്ട് എന്നൊരു ഇതാണ് ഇന്ത്യക്ക് വന്നിരിക്കുന്നത്. പക്ഷേ സ്റ്റിൽ ഇന്ത്യക്ക് ഇംപ്രൂവ്മെന്റ്സ് അവിടെ ആവശ്യമുണ്ട്. അതാണ് FATF പറ്റിയുള്ള ഒരു ന്യൂസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഡൽഹി ഗവൺമെന്റിന്റെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിട്ടുള്ള കൈലാഷ് ഗെഹ്ലോട്ട് പുതിയ ഒരു സ്കീം കൊണ്ടുവരുന്നു എന്നാണ്. അതായത് അവിടെ ഓൾറെഡി ഗ്രാമീൺ സേവാ വെഹിക്കിൾസ് എന്നുള്ള രീതിയിൽ ഒരു സ്കീം വഴി പാവപ്പെട്ടവർക്ക് CNG വെഹിക്കിൾസ് ഒക്കെ വളരെ കുറച്ച് ലോണിലൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വെഹിക്കിൾസിനെ എല്ലാം ഇനി റീപ്ലേസ് ചെയ്ത് ഇലക്ട്രിക് വെഹിക്കിൾസ്, ഡൽഹി എന്ന് പറയുമ്പോൾ പൊല്യൂഷൻ ആണ്. അപ്പൊ ആ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിനെല്ലാം റീപ്ലേസ് ചെയ്ത് ഓൾഡ് ഗ്രാമീൺ സേവ വെഹിക്കിൾസിനെ എല്ലാം റീപ്ലേസ് ചെയ്ത് ഇലക്ട്രിക് വെഹിക്കിൾസ് കൊടുക്കുന്നു എന്നുള്ള ന്യൂസ് ആണ് വരുന്നത്. ഇത് അനൗൺസ് ചെയ്തത് അവിടുത്തെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുടെ കൈലാഷ് ഗെഹ്ലോട്ടാണ്. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് PM ആശ സ്കീംസ് ടു കണ്ടിന്യൂ വിത്ത് സെന്റേഴ്സ്. അതായത് PM ആശ സ്കീം എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി അന്നദാത ആയ് സംരക്ഷൺ അഭിയാൻ എന്നാണ് ആ ഒരു സ്കീമിന്റെ പേര്. ഇത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്രോപ്പിന്റെ പ്രൈസസിനെയൊക്കെ കുറച്ച് അതേണക്ക് തന്നെ അതിന്റെ ഇടയ്ക്കുള്ള കമ്മോഡിറ്റീസ് ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അപ്പൊ അവരുടെ ലാഭങ്ങളെല്ലാം കുറച്ചിട്ട് ഫാർമേഴ്സിന് ലാഭം കിട്ടുകയും ക്രോപ്പിന്റെ പ്രൈസ് കുറയ്ക്കുകയും ചെയ്യുന്നുള്ള രീതി. അതായത് കൃഷി ചെയ്യുന്ന ഫാമേഴ്സിന് റെമ്യൂണറേഷൻ കിട്ടും, അത് മേടിക്കുന്ന ബയേഴ്സിനും എന്തായിരിക്കും, ഒരുപാട് പൈസ ആവത്തില്ല. ആ ഒരു രീതി രണ്ട് സൈഡിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കൊണ്ടുവന്ന ഒരു സ്കീമാണ് PM ആശ സ്കീം എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്കീം ഇപ്പൊ പുതിയ 4 സ്കീംസ് കൊണ്ടുവരുന്നത് PSS, PSF, PDPS ആൻഡ് MIS. PSS എന്ന് വെച്ചാൽ പ്രൈസ് സപ്പോർട്ട് സ്കീം, PSF എന്ന് വെച്ചാൽ പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്, PDPS എന്ന് വെച്ചാൽ പ്രൈസ് ഡെഫിസിറ്റ് പേയ്മെന്റ് സ്കീം ആൻഡ് MIS എന്ന് വെച്ചാൽ മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീം. ഈ സ്കീമുകളൊക്കെ വഴി നമ്മുടെ ഫാർമേഴ്സിന് റെമ്യൂണറേഷൻ കിട്ടുക എന്നുള്ളൊരിതാണ് തീരുമാനിച്ചിരിക്കുന്നത്, നമ്മുടെ സെന്റർ തീരുമാനിച്ചത്. അപ്പൊ ഇങ്ങനെ ഒരു ഇത് കിട്ടുമ്പോഴത്തേക്ക് ഫാർമേഴ്സിനുള്ള ഗുണം എന്താന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ജീവിത രീതിയെ മെച്ചപ്പെടുത്താൻ കഴിയും. മനസ്സിലായോ? അപ്പൊ അവിടുത്തെ കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടാം, നല്ല ഫുഡ് കിട്ടാം, അവര് ഫേസ് ചെയ്യുന്ന ബാങ്ക് ലോൺസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധിവരെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. അതൊരു സൈഡ്. ഇപ്പോഴത്തെ സൈഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളിപ്പോൾ കടയിൽ പോലെ അരി മേടിക്കുവാണെങ്കിൽ ആ മേടിക്കുന്നതിന്റെ എമൗണ്ട് ഒരുപാട് കൂടാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ രണ്ട് സൈഡിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്കീമാണ് PM ആശ സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതോടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ദിവസം കുറച്ച് കറണ്ട് അഫയേഴ്സ് ആയിട്ട് കാണുന്നവരെ ബൈ.